നമുക്ക് എന്താണ് കൺസെപ്റ്റ് ഫോർമേഷൻ എന്ന് പഠിക്കാം. ലേണിംഗിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കൊഗ്നേറ്റീവ് ഫംഗ്ഷനാണ് കൺസെപ്റ്റ് ഫോർമേഷൻ. ഒരു കൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഒബ്ജക്റ്റിൻ്റെയോ ഇവൻറ്റിനെയോ കുറിച്ചുള്ള ഒരു ജനറൽ ഐഡിയ ആണ് ഈ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇത് ഫോം ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് കൺസെപ്റ്റ് ഫോർമേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു കുട്ടിക്ക് ആപ്പിൾ കാണിച്ചു കൊടുത്തിട്ട് ആ കുട്ടി ഫ്രൂട്ടിൻ്റെ അണ്ടറിലാണ് ഈ ആപ്പിൾ വരുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചെങ്കിൽ ഇതിനെയാണ് കൺസെപ്റ്റ് ഫോർമേഷൻ എന്ന് പറയുന്നത്. ഇത് സിമിലാരിറ്റീസും ഡിഫറൻസസിനെയും മനസ്സിലാക്കാൻ സഹായിക്കുന്നുണ്ട്. പ്രോബ്ലം സോൾവിങ്ങും റീസണിങ്ങും തിങ്കിങ്ങിനും എല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എബ്സ്ട്രാക്ഷൻ ആൻഡ് ജനറലൈസേഷൻ ആണ് കൺസെപ്റ്റ് ഫോർമേഷൻ്റെ കോർ പ്രോസസ്സ് എന്ന് പറയുന്നത്. നമുക്കിനി കൺസെപ്റ്റ് ഫോർമേഷൻ്റെ ഡെഫിനിഷൻസ് നോക്കാം. മോർഗൻ കൺസെപ്റ്റിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് കോൺസെപ്റ്റ് ഇസ് എ പ്രോസസ് ഓഫ് റെപ്രസെൻറ്റിംഗ് എ കോമൺ പ്രോപ്പർട്ടി ഓഫ് ഒബ്ജക്ട്സ് ഓർ ഇവൻറ്റ്സ് എന്നാണ്. ഒബ്ജക്റ്റിൻ്റെയോ ഇവൻറ്റിൻ്റെയോ കോമൺ പ്രോപ്പർട്ടിയെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ കാക്കേനെയും പരുന്തിനെയും അതേപോലെ തന്നെ തത്തേനെയും കാണുകയാണെങ്കിൽ അതിൻ്റെ കളർ ഡിഫറെൻ്റ് ആണ്, സൈസും ഡിഫറെൻ്റ് ആണ്. പക്ഷേ നമുക്കറിയാം അതിന് 2 ചിറകുണ്ട്, അതിന് പറക്കാൻ പറ്റും. അപ്പോൾ ഈ കോമൺ പ്രോപ്പർട്ടി എല്ലാം കണ്ട് ഗ്രൂപ്പ് ചെയ്യുക അല്ലെങ്കിൽ കാറ്റഗറൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. വുഡ്വർത്ത് കൺസെപ്റ്റിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് കൺസെപ്റ്റ് ആർ ദോസ് തോട്ട്സ് വിച്ച് മെൻഷൻ തിങ്സ്, ഇൻസിഡൻറ്റ്, ക്വാളിറ്റീസ് എക്സെട്ര. അപ്പോൾ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ചുള്ള നമ്മുടെ മനസ്സിലെ ഒരു പൊതുവായ ആശയമാണ് ഈ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ മഴ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് കൊട, മേഘം, അതേപോലെ തന്നെ നനഞ്ഞ പ്രദേശമെല്ലാം ഓർമ്മ വരും. ഇതിനെയാണ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. നമുക്കിനി കൺസെപ്റ്റ് ഫോർമേഷൻ്റെ മീനിങ് നോക്കാം. ഒരു ഒബ്ജക്റ്റിനെ കുറിച്ചുള്ള എല്ലാ നോളേജും കൺസെപ്റ്റ് എന്ന് പറയാം. ഇതൊരു ജനറലൈസ്ഡ് ഐഡിയ ആണ്. ഒരു സ്പെസിഫിക് ഇൻഡിവിജ്വലിനെ മാത്രമല്ല, ഒരു ജനറൽ ക്ലാസ്സിനെയാണ് ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സിമിലാരിറ്റീസ് അല്ലെങ്കിൽ കോമൺ ഫീച്ചേഴ്സ് വെച്ച് ഒരു പൊതുവായ അല്ലെങ്കിൽ ഒരു കോമൺ നെയിം നൽകുന്നതാണ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. കൺസെപ്റ്റ് വെച്ച് റിലേറ്റ് ചെയ്യുന്നത് ഒബ്ജക്റ്റ് ആവാം, പേഴ്സൺസ് ആവാം, ക്വാളിറ്റീസ് ആവാം. അതേപോലെ തന്നെ പഴയ അനുഭവങ്ങൾ വെച്ചിട്ട് പുതിയ കാര്യങ്ങളെ മനസ്സിലാക്കാനും അതേപോലെ തന്നെ മീനിങ് കണ്ടെത്താനും ഈ കൺസെപ്റ്റ് ഹെൽപ്ഫുൾ ആണ്. നമുക്കിനി നേച്ചർ ഓഫ് കൺസെപ്റ്റ് നോക്കാം. എ കോൺസെപ്റ്റ് ഇസ് നോട്ട് സ്റ്റാറ്റിക്, ഇറ്റ് ഈസ് ഓൾവേസ് ചേഞ്ചിങ്. ഈ കോൺസെപ്റ്റ് സ്ഥിരമല്ല എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു കുട്ടി വിചാരിക്കുന്നത് എല്ലാ പക്ഷികളും പറക്കും എന്നാണ്. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെൻഗ്വിനും പക്ഷികളുടെ കാറ്റഗറിയിൽ അണ്ടറിൽ വരുന്നതാണ്, പക്ഷേ പറക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുന്നു. ദ കോൺസെപ്റ്റ് ഇസ് നോട്ട് കോമൺ ഫോർ ഓൾ. ഡിഫറെൻറ്റ് പേഴ്സൺസ് മേ ഹാവ് ഡിഫറെൻറ്റ് കൺസെപ്റ്റ് അബൌട്ട് ദ സെയിം ഒബ്ജക്ട്സ് ഓർ ഇവൻറ്റ്. ഫോർ എക്സാമ്പിൾ, എക്സാം എന്ന് കേൾക്കുമ്പോൾ ചില കുട്ടികൾക്ക് ഹാപ്പി എന്നൊരു കൺസെപ്റ്റാണ് ഫോം ചെയ്യുക, ചിലർക്ക് ഫിയർ എന്ന കൺസെപ്റ്റ് ആയിരിക്കും ഫോം ചെയ്യുന്നുണ്ടാവുക. കൺസെപ്റ്റ് ഇസ് എ പാർട്ട് ഓഫ് തോട്ട് പ്രോസസ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു കുട്ടീനോട് ഒരു വാഹനം ആലോചിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി പലതരത്തിലെ വാഹനങ്ങളായിരിക്കും ആലോചിക്കുന്നുണ്ടാവുക. കൺസെപ്റ്റ് ക്യാൻ ബി ഫോംഡ് വിത്തൗട്ട് ദ യൂസ് ഓഫ് ലാംഗ്വേജ്. ഒരു ചെറിയ കുട്ടിക്ക് ഹോട്ട് എന്ന കൺസെപ്റ്റ് അറിയില്ലായിരിക്കും. ഇപ്പോൾ ആ കുട്ടി ഒരു ചൂടുള്ള പാത്രത്തിൽ പോയി കൈവച്ച് കഴിഞ്ഞാൽ ആ ഹോട്ട് എന്ന കൺസെപ്റ്റ് മനസ്സിലാക്കാൻ കഴിയും. കൺസെപ്റ്റ് ഫോർമേഷൻ ഇസ് അസോസിയേഷൻ ഓഫ് സർട്ടൻ സ്റ്റിമുലൈ ആൻഡ് റെസ്പോൺസസ്. ഇപ്പോൾ കാർമേഘം വന്നിട്ട് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഒരു കുട്ടി മനസ്സിലാക്കും കാർമേഘം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്യുമെന്ന് കുട്ടി മനസ്സിലാക്കും. കൺസെപ്റ്റ് ഇസ് എ പ്രോസസ് ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓഫ് കോമൺ ഫീച്ചേഴ്സ്. അത് നമ്മൾ പറഞ്ഞായിരുന്നു. കൺസെപ്റ്റ് ആർ വെരി യൂസ്ഫുൾ ഇൻ റെക്കഗ്നൈസിങ്, നെയിമിങ്, ഐഡൻറ്റിഫൈങ് ഓബ്ജക്ട്, പേഴ്സൺസ് ഓർ ഇവൻറ്റ്സ്. കൺസെപ്റ്റ് ഫോർമേഷന് 3 ടൈപ്സ് ഉണ്ട്. ദേ ആർ ഡയറക്റ്റ് എക്സ്പീരിയൻസ്, ഇൻഡയറക്റ്റ് എക്സ്പീരിയൻസ്, ഫോൾട്ടി കൺസെപ്റ്റ്. ലേണർ ഡയറക്റ്റായി ഒബ്ജക്റ്റ്, പേഴ്സൺ അല്ലെങ്കിൽ ഒരു ഇവൻറ്റിനെ കണ്ടിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് കൺസെപ്റ്റ് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഡയറക്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അത് ചെറുപ്പത്തിലേ ഡെവലപ്പ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു കുട്ടി പശുവിനെ കണ്ടിട്ട് ആ പശു പുല്ല് തിന്നും, അതേപോലെ തന്നെ 4 കാലുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് പശു എന്ന കൺസെപ്റ്റ് മനസ്സിലാക്കാൻ പറ്റും. ലേണർ ഫോട്ടോസും ബുക്സും വീഡിയോസും അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞിട്ട് കൺസെപ്റ്റ് ഫോം ചെയ്യുന്നതാണ് ഇൻഡയറക്റ്റ് എക്സ്പീരിയൻസ്. ഇപ്പോൾ ഒരു കങ്കാരുവിനെ കുറിച്ച് വേറെ ഒരാൾ പറഞ്ഞ് കുട്ടി ഒരു കൺസെപ്റ്റ് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ
അത് ഇൻഡയറക്റ്റ് എക്സ്പീരിയൻസിൽ പെടുത്താം. ഫോൾട്ടി കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് നമുക്കുണ്ടാവുന്ന കൺസെപ്റ്റ് കറക്റ്റ് അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിരിക്കൂല. ഇത് ചെറിയ കുട്ടികളിൽ നല്ലോണം ബാധിക്കും. ഇപ്പോൾ 4 കാലുള്ള പട്ടീനെ കാണിച്ചു കൊടുത്തിട്ട് വേറെ 4 കാലുള്ള മൃഗങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അത് പട്ടിയെന്ന് വിചാരിക്കുന്ന ഒരവസ്ഥയാണ് ഫോൾട്ടി കൺസെപ്റ്റ്. കൺസെപ്റ്റ് ഫോർമേഷന് മെയിൻലി 3 ഫേസസ് ഉണ്ട്: പെർസെപ്ഷൻ, അബ്സ്ട്രാക്ഷൻ ആൻഡ് ജനറലൈസേഷൻ. പെർസെപ്ഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആണ്. എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ലേണിംഗ് വഴി ഇത് സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ ഒബ്ജക്ട്സ്, പേഴ്സൺസ്, ഇവൻസിനെ ഒക്കെ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്ന വഴി മെൻ്റൽ ഇമേജസിനെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു കുട്ടി കാക്ക, പരന്ത്, പ്രാവിനെ കാണുന്നു. അങ്ങനെ മെൻ്റൽ ഇമേജസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് അബ്സ്ട്രാക്ഷൻ. ഇവിടെ കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സിനെ കണ്ടുപിടിച്ചിട്ട് ഡിഫറൻസസിനെ ഇഗ്നോർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അബ്സ്ട്രാക്ഷൻസ്. സിമിലാരിറ്റീസ് കണ്ടുപിടിക്കുന്ന ഈ പ്രോസസ്സാണ് അബ്സ്ട്രാക്ഷൻ എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ, ബേർഡ്സിന് നമുക്കറിയാം വിങ്സ് ഉണ്ട്, അതേപോലെ തന്നെ പറക്കാൻ പറ്റും. പക്ഷേ ഇവിടെ കളർ ഡിഫറൻസസിനെ ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് അബ്സ്ട്രാക്ഷൻ. ജനറലൈസേഷൻ എന്ന് പറയുമ്പം നമ്മൾ കോമൺ ഫീച്ചേഴ്സ് പലതവണ ഒബ്സർവ് ചെയ്താൽ കുട്ടി ഒരു ജനറൽ ഐഡിയ ഉണ്ടാക്കും. പിന്നെ പുതിയൊരു ഒബ്ജക്റ്റ് കണ്ടു കഴിഞ്ഞാൽ ഈ സെയിം ഗ്രൂപ്പിലാണ് പെടുകയെന്ന് ആ കുട്ടിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ജനറലൈസേഷൻ. നമുക്കിനി അബ്സ്ട്രാക്ഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. നമ്മൾ പറഞ്ഞ പോലെ തന്നെ എസെൻഷ്യൽ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ സിമിലാരിറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു മെൻ്റൽ പ്രോസസ്സാണ് അബ്സ്ട്രാക്ഷൻ. ഇഫ് എനി ഡിഫറൻസസ് ആയിട്ട് ഉണ്ടെങ്കിൽ അതിനെ ഇഗ്നോർ ചെയ്യുന്ന ഒരു പ്രോസസ്സുമാണ് അബ്സ്ട്രാക്ഷൻ. മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് കോമൺ ഫീച്ചേഴ്സിലേക്കാണ്. ഇറ്റ് ഹെൽപ്സ് ലേണേഴ്സ് മൂവ് ഫ്രം റിയൽ കോൺക്രീറ്റ് ഒബ്ജക്ട്സ് ടു അബ്സ്ട്രാക്ട് ഐഡിയാസ്. ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഇൻ കോൺക്രീറ്റ് ആൻഡ് ടു അബ്സ്ട്രാക്ട് തിങ്കിങ് എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ 3 ആപ്പിൾ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടി 3 ആപ്പിൾ കൗണ്ട് ചെയ്ത് പറയും. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് കാണുമ്പം തന്നെ മനസ്സിലാവും അവിടെ 3 ആപ്പിൾ പ്രസൻ്റ് ആണെന്ന്. ഇറ്റ് ഹെൽപ്സ് ഇൻ ക്ലാസിഫിക്കേഷൻ ആൻഡ് മേക്ക് കൺസെപ്റ്റ് ക്ലിയർ. അപ്പോൾ ക്ലാസിഫിക്കേഷനും അതേപോലെ തന്നെ കൺസെപ്റ്റ് ക്ലിയർ ആക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ലോജിക്കൽ തിങ്കിങ്ങിനും അനാലിറ്റിക് പവറിനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദ എഡ്യൂക്കേഷണൽ ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽപ്സ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് സയൻറ്റിഫിക് ആൻഡ് മാത്തമാറ്റിക്കൽ കൺസെപ്റ്റ്സ്. അപ്പോൾ മാത്തമാറ്റിക്കൽ കൺസെപ്റ്റ്സും അതേപോലെ തന്നെ സയൻറ്റിഫിക് കൺസെപ്റ്റിനെയും മനസ്സിലാക്കാൻ ഇത് സഹായിക്കുന്നു. ഫോംസ് ബേസിക് ഫോർ ഹയർ ഓർഡർ തിങ്കിങ്. പ്രോബ്ലം സോൾവിങ് സ്കില്ലിനെല്ലാം ഇത് ഹെൽപ്ഫുൾ ആണ്. ഇംപ്രൂവ് കോംപ്രഹെൻഷൻ ആൻഡ് റീറ്റെൻഷൻ. ഇത് അണ്ടർസ്റ്റാൻഡിങ്ങിനും അതേപോലെ തന്നെ റീകോളിങ്ങിനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമുക്കിനി ജനറലൈസേഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. നമ്മൾ പറഞ്ഞ പോലെ തന്നെ പ്രോസസ് ഓഫ് അപ്ലൈയിങ് ലേൺഡ് കൺസെപ്റ്റ് ന്യൂ സിറ്റുവേഷൻസ്. പഠിച്ചു കഴിഞ്ഞ കൺസെപ്റ്റ് പുതിയ സിറ്റുവേഷനിൽ അപ്ലൈ ചെയ്യുന്ന ഇതിനെയാണ് ജനറലൈസേഷൻ എന്ന് പറയുന്നത്. കുട്ടികൾക്ക് തീ തൊട്ടാൽ പൊള്ളുന്നറിയാം, പിന്നെ കുട്ടികൾ തൊടാൻ പോകില്ല. എക്സ്റ്റെൻസ് ലേണിംഗ് ബിയോണ്ട് സ്പെസിഫിക് എക്സാമ്പിൾസ്. ഒരു എക്സാമ്പിളിൽ നിന്നും പഠിച്ചത് വേറെ സിറ്റുവേഷനിൽ യൂസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഇപ്പം എഡീഷൻ, ആപ്പിളിനെ കൗണ്ട് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ബുക്കും പെൻസിലും ഒക്കെ കൗണ്ട് ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിരിക്കും. എനേബിൾസ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്. ഒരു സ്ഥലത്ത് പഠിച്ചത് വേറെ സ്ഥലത്ത് ഉപയോഗിക്കാൻ സഹായിക്കും. ഇപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഷോപ്പിങ്ങിന് അത് വളരെ ഹെൽപ്ഫുൾ ആണ്. ഹെൽപ്സ് ലേണേഴ്സ് ടു സീ റിലേഷൻഷിപ്സ് അക്രോസ് കോണ്ടെക്സ്റ്റ്. വ്യത്യസ്ത സിറ്റുവേഷനിലും സെയിം റോള് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നുണ്ട്. മേക്സ് ലേണിംഗ് മീനിങ് ആൻഡ് പ്രാക്ടിക്കൽ. ലേണിംഗ് മീനിങ് ഫുള്ളും പ്രാക്ടിക്കലും ആക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു പ്ലാന്റിന് വെള്ളം ആവശ്യമുണ്ടെന്ന് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്ലാന്റ്സിനും വളരാൻ വെള്ളം ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കുന്ന ഒരു പ്രോസസ്സാണ് ജനറലൈസേഷൻ. എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് എൻഹാൻസ് പ്രോബ്ലം സോൾവിങ് സ്കിൽ. പ്രോബ്ലം സോൾവിങ് സ്കില്ല് എൻഹാൻസ് ചെയ്യാൻ ഇത് സഹായിക്കുന്നുണ്ട്. കണക്ട്സ് ക്ലാസ് റൂം ലേണിംഗ് ടു റിയൽ ലൈഫ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ റിയൽ ലൈഫ് സിറ്റുവേഷനിൽ അപ്ലൈ ചെയ്യാൻ ഇത് സഹായിക്കുന്നുണ്ട്. പ്രൊമോട്ട്സ് കണ്ടിന്യൂസ് ലേണിംഗ്. ഫോർ എക്സാമ്പിൾ, കമ്പ്യൂട്ടർ സ്കിൽസിൻ്റെ ബേസിക് സ്കിൽസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പുതിയൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ പറ്റും. അതാണ് ജനറലൈസേഷൻ.